Hi students, welcome back to Social Science Classroom. We are discussing 7th chapter Medieval India Art and Literature. ഈ ചാപ്റ്ററിൽ നമ്മൾ ഇന്ത്യയിൽ നിലവിലുണ്ടായിരുന്ന ക്ഷേത്ര നിർമ്മാണ രീതിയെക്കുറിച്ച് നമ്മൾ ആർക്കിടെക്ചറിൻ്റെ ഭാഗത്ത് നമ്മൾ ഫസ്റ്റ് പറഞ്ഞു. ദെൻ അതിനുശേഷം വന്ന ഇൻഡോ പേർഷ്യൻ നിർമ്മിതിയെക്കുറിച്ച് അല്ലെങ്കിൽ ഇൻഡോ അറബ് ഇൻഡോ ഇസ്ലാമിക് നിർമ്മിതി രീതികളെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. ഓക്കെ, ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് നെക്സ്റ്റ് സബ്ഹെഡിങ് മ്യൂസിക് ആൻഡ് പെയിൻറ്റിങ്. ഈ ഭാഗമാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. ആർക്കിടെക്ചറിൽ മാത്രമല്ല, സാഹിത്യത്തിലും അതുപോലെ തന്നെ പെയിൻറ്റിങ്ങിലും അതുപോലെ സംഗീതത്തിലുമൊക്കെ വലിയ പുരോഗതി ഉണ്ടായിട്ടുള്ള ഒരു കാലഘട്ടമാണ് മെഡീവൽ കാലഘട്ടം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് വായിച്ച് നോക്കാം. മ്യൂസിക് ആൻഡ് പെയിൻറ്റിങ്. Apart from architecture, music also flourished during the medieval period. മധ്യകാലഘട്ടത്തിലെ ആർക്കിടെക്ചർ മാത്രമല്ല, മ്യൂസിക്കും എന്തായിട്ടുണ്ട്, മെച്ചപ്പെട്ടിട്ടുണ്ട്. കർണാട്ടിക് മ്യൂസിക് ഫ്ലറിഷ്ഡ് ഇൻ സൗത്ത് ഇന്ത്യ. സൗത്ത് ഇന്ത്യയിൽ കർണാട്ടിക് മ്യൂസിക്കാണ് മെച്ചപ്പെട്ടിട്ടുള്ളത്. അഥവാ കർണാട്ടിക് സംഗീതമാണ് സൗത്ത് ഇന്ത്യയിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കിയിട്ടുള്ളത്. ദെൻ പുരന്ദരദാസ, മലയാളത്തിൽ നമ്മൾ പുരന്ദരദാസൻ എന്നാണ് പറയാം. പുരന്ദരദാസ വാസ് ദ ഫേമസ് കർണാട്ടിക് മ്യൂസിഷ്യൻ ഓഫ് ദ ഏജ്. ഈ കാലഘട്ടത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു മ്യൂസിഷ്യനായിരുന്നു ആര്? പുരന്ദരദാസൻ എന്ന് പറയുന്ന ആൾ സൗത്ത് ഇന്ത്യയിലുണ്ടായിരുന്ന കർണാട്ടിക് മ്യൂസിക്കിലെ വളരെ പ്രധാനപ്പെട്ട ഒരു മ്യൂസിഷ്യനായിരുന്നു. ഡ്യൂറിങ് ദ സുൽത്താനേറ്റ് മുഗൾ പീരീഡ്, മുഗൾ കാലഘട്ടത്തിലും അതുപോലെ തന്നെ സുൽത്താനേറ്റ് കാലഘട്ടത്തിലുമൊക്കെ ദ ഇൻഫ്ലുവൻസ് ഓഫ് പേർഷ്യൻ മ്യൂസിക് ഗേവ് ബർത്ത് ടു എ ന്യൂ സ്റ്റൈൽ ഓഫ് മ്യൂസിക്. അല്ലേ, ഇന്ത്യയിലുണ്ടായിരുന്ന കർണാട്ടിക് സംഗീതമാണ് ഇവിടെ ഉണ്ടായിരുന്നത്. അതിലേക്ക് സുൽത്താനേറ്റ് അതുപോലെ തന്നെ മുഗൾ ഭരണ കാലഘട്ടത്തിലൊക്കെ ഏതുകൂടെ വന്നോ, പേർഷ്യൻ മ്യൂസിക് കൂടെ അതിലേക്ക് ചേർന്നതോട് കൂടിയിട്ട് ഗേവ് ബർത്ത് ടു എ ന്യൂ സ്റ്റൈൽ ഓഫ് മ്യൂസിക്, പുതിയ രീതിയിലുള്ള ഒരു മ്യൂസിക് ഉയർന്നു വന്നു. ഇറ്റ് ഈസ് നോൺ ആസ് ഹിന്ദുസ്ഥാനി മ്യൂസിക്. അതിനാണ് നമ്മൾ ഹിന്ദുസ്ഥാനി മ്യൂസിക് എന്ന് പറയുന്നത്. നേരത്തെ ഇന്ത്യയിലുണ്ടായിരുന്നത് ഏതാണ്? കർണാട്ടിക് മ്യൂസിക്കാണ്. അതെവിടെയാണ് ഡെവലപ്പ് ചെയ്തിരുന്നത്? സൗത്ത് ഇന്ത്യയിലാണ് കർണാട്ടിക് മ്യൂസിക് ഡെവലപ്പ് ചെയ്തിരുന്നത്. പിന്നീട് സുൽത്താനേറ്റ് ഭരണവും അതുപോലെ തന്നെ മുഗൾ ഭരണമൊക്കെ വന്നപ്പോൾ ഈ ചക്രവർത്തിമാരൊക്കെ മിക്കവാറും എവിടെ നിന്ന് വന്നതാണ്? അറേബ്യൻ രാജ്യങ്ങളിൽ നിന്ന് വന്നവരാണ്, അല്ലേ? മിഡിൽ ഈസ്റ്റിൽ നിന്ന് വന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ അവരുടെ മ്യൂസിക് എങ്ങനെയായിരുന്നു? അവരുടെ ആ ഒരു പേർഷ്യൻ മ്യൂസിക് ചേർന്നതോട് കൂടിയിട്ട് പുതിയ ഒരു മ്യൂസിക് ഉണ്ടായി. അതാണെന്ത്? ഹിന്ദുസ്ഥാനി മ്യൂസിക്. അപ്പോൾ സുൽത്താനേറ്റ് ഭരണകാലത്തും മുഗൾ ഭരണകാലത്തും പേർഷ്യൻ മ്യൂസിക് ഇന്ത്യൻ മ്യൂസിക്കിലേക്ക് അല്ലെങ്കിൽ കർണാട്ടിക് മ്യൂസിക്കിലേക്ക് ചേർന്നുണ്ടായ പുതിയ സംഗീത രൂപമാണ് ഏതാ? ഹിന്ദുസ്ഥാനി മ്യൂസിക്, ഹിന്ദുസ്ഥാനി സംഗീതം എന്ന് പറയുന്നത്. അമീർ ഖുസ്രു, ടാൻസൻ എക്സെട്ര വർ ദ ഫേമസ് മ്യൂസിഷ്യൻസ് ഓഫ് ദ പീരീഡ്. ഹിന്ദുസ്ഥാനി സംഗീതത്തിലെ പ്രശസ്തരായിട്ടുള്ള മ്യൂസിഷ്യൻസ് ആയിരുന്നു ആരൊക്കെ? അമീർ ഖുസ്രു അതുപോലെ തന്നെ ടാൻസൻ. ഇവരൊക്കെ ഈ കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട കവികളായിരുന്നു. ഖവാലി, എ ഫോം ഓഫ് മ്യൂസിക് ഡെവലപ്ഡ് ബാക്ക് ദം. ഈ മുഗൾ കാലഘട്ടത്തോട് അനുബന്ധമായിട്ട് വളർന്നു വന്ന ഒരു രൂപമാണിത് ഖവാലി എന്ന് പറയുന്നത്. ഖവാലി സംഗീതം ഈ കാലഘട്ടത്തിൽ ഹിന്ദുസ്ഥാനി മ്യൂസിക്കിൻ്റെ ഭാഗമായി ഉയർന്നു വന്ന ഒരു സംഗീത ശാഖയാണ്. അമീർ ഖുസ്രു പ്ലേഡ് എ മേജർ റോൾ ഇൻ ഇറ്റ്സ് ഡെവലപ്മെൻറ്റ്. ഏതന്നെ ഖവാലി ഡെവലപ്പ് ചെയ്യുന്നതിൽ വലിയ പങ്ക് വഹിച്ച ഒരു സംഗീതജ്ഞനാണ് ആര്? അമീർ ഖുസ്രു. മെനി ന്യൂ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് ഇവോൾവ്ഡ് ഡ്യൂറിങ് ദിസ് പീരീഡ്. നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് ഈ ഹിന്ദുസ്ഥാനി സംഗീതത്തിൻ്റെ കാലഘട്ടത്തിൽ ഉപയോഗിക്കാൻ തുടങ്ങി. തബല ആൻഡ് സിത്താർ ആർ എക്സാമ്പിൾസ് ഓഫ് സച്ച് ഇൻസ്ട്രുമെൻറ്റ്സ്. ഈ തബലയും സിത്താറും ഒക്കെ ആ കാലഘട്ടത്തിൽ ഉപയോഗിക്കാൻ തുടങ്ങിയ ഇൻസ്ട്രുമെൻസിന് ഉദാഹരണങ്ങളാണ്. അപ്പം നമ്മൾ ഈ പാരഗ്രാഫിൽ എന്താണ് പറഞ്ഞത്? മധ്യകാലഘട്ടത്തിലെ ആർക്കിടെക്ചറിൽ മാത്രമല്ല മ്യൂസിക്കിലും വലിയ പുരോഗതി ഉണ്ടായിട്ടുണ്ട്.
ആ കാലഘട്ടത്തിൽ സൗത്ത് ഇന്ത്യയിലെ വളർന്നു വന്ന സംഗീത ശാഖയായിരുന്നു കർണാട്ടിക് സംഗീതം. കർണാട്ടിക് സംഗീതത്തിലെ വളരെ പ്രസിദ്ധനായ ഒരു മ്യൂസിഷ്യനായിരുന്നു, സംഗീതജ്ഞനായിരുന്നു ആരെ? പുരന്ദരദാസ. ദെൻ പിന്നീട് സുൽത്താനേറ്റ് ഭരണവും മുഗൾ ഭരണവും ഒക്കെ വന്നതോടുകൂടി ഈ സംഗീതത്തിൽ വന്ന മാറ്റം എന്താണ്? അവരുടെ ഒരു സംഗീതം കൂടെ നമ്മുടെ സംഗീതത്തിലേക്ക് ചേർന്ന് കൊണ്ടുണ്ടായ ഒരു പുതിയ ശൈലി, അതാണ് എന്താ? ഹിന്ദുസ്ഥാനി മ്യൂസിക്, ഹിന്ദുസ്ഥാനി സംഗീതം എന്ന് പറയുന്നത്. ഹിന്ദുസ്ഥാനി സംഗീതത്തിലെ വളരെ പ്രസിദ്ധരായ മ്യൂസിഷ്യൻസ് ആയിരുന്നു ആരൊക്കെ? അമീർ ഖുസ്രു, ടാൻസൻ തുടങ്ങിയ ആളുകൾ. അതുപോലെ തന്നെ ആ കാലത്ത് ഉയർന്നു വന്ന മറ്റൊരു സംഗീത ശാഖയാണ് ഇത് ഖവാലി എന്ന് പറയുന്നത്. അതുപോലെ ആ കാലഘട്ടത്തിൽ കൂടുതൽ ഇൻസ്ട്രുമെൻറ്റ്സ് ഉപയോഗിക്കാൻ തുടങ്ങി, സംഗീതത്തിലെ കൂടുതൽ ഉപകരണങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങി. അതിൽ പെട്ടതാണ് എന്ത്? തബല, സിത്താറൊക്കെ കാലഘട്ടത്തിൽ ഉപയോഗിക്കാൻ തുടങ്ങിയതാണ്. Several remarkable changes were apparent in the field of painting too. പെയിൻറ്റിങ്ങിലും വലിയ പുരോഗതി ആ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഒബ്സർവ് ദ പിക്ചേഴ്സ് ബിലോ. ചിത്രങ്ങൾ നോക്കാം. പെയിൻറ്റിങ് ആണ് ഇതൊക്കെ. ഫസ്റ്റ് പെയിൻറ്റിങ് എന്താണ്? മുഗൾ പെയിൻറ്റിങ്, മുഗൾ കാലഘട്ടത്തിലുള്ള പെയിൻറ്റിംഗ് ആണ്. ആൻ ഇൻസ്റ്റൻസ് ഫ്രം ദ ബൈബിൾ. ബൈബിളിൽ നിന്നുള്ള ഒരു സംഭവം കാണിക്കുന്നതാണ് ഈ പെയിൻറ്റിങ്. ബൈബിളിൽ നിന്നുള്ള ഒരു സംഭവം കാണിക്കുന്ന ഒരു ചിത്രമാണ് കാണിച്ചിരിക്കുന്നത്. ദെൻ ഇവിടെ മുഗൾ പെയിൻറ്റിങ്, ഡെപ്പിക്ഷൻ ഓഫ് റോയൽ ലൈഫ്, രാജാക്കന്മാരുടെ ജീവിതം കാണിക്കുന്ന, റോയൽ ലൈഫ് കാണിക്കുന്ന ഒരു ചിത്രമാണത്. ദെൻ മുഗൾ പെയിൻറ്റിങ് തന്നെയാണ് ഇൻസ്റ്റൻസ് ഫ്രം രാമായണ, രാമായണത്തിൽ നിന്നുള്ള ഒരു സംഭവം കാണിക്കുന്നതാണ് ആ ചിത്രം. ദെൻ മുഗൾ പെയിൻറ്റിങ് സീൻസ് ഫ്രം നേച്ചർ, പ്രകൃതിയിൽ നിന്നുള്ള ചിത്രങ്ങൾ അതാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, നോക്കാം. വാട്ട് വെർ ദ തീംസ് അഡോപ്റ്റഡ് ഫോർ പെയിൻറ്റിങ് ഡ്യൂറിങ് ദാറ്റ് പീരീഡ്. ആ കാലഘട്ടത്തിൽ, അഥവാ മുഗൾ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ മധ്യകാലഘട്ടത്തിൽ പെയിൻറ്റിങ്ങിന് വേണ്ടി തിരഞ്ഞെടുത്തിരുന്ന തീമുകൾ എന്തൊക്കെയായിരുന്നു? ആ തീമാണ് ഇപ്പോൾ ഇവിടെ കൊടുത്തിട്ടുള്ളത് അല്ലേ? ഇവിടെ എഴുതിയിട്ടുണ്ട് എന്താണ്? ദ മേജർ തീംസ് വേർ ഫ്രം ദ രാമായണ, ദ ബൈബിൾ, റോയൽ ലൈഫ് ആൻഡ് നേച്ചർ. ബൈബിളിൽ നിന്നും രാമായണത്തിൽ നിന്നും അതുപോലെ തന്നെ റോയൽ ലൈഫ്, നേച്ചർ, ഇതൊക്കെ തീമായിട്ട് എടുത്തുകൊണ്ടാണ് അന്നത്തെ ചിത്രങ്ങൾ ഉണ്ടായിരുന്നത്. ഓക്കെ അല്ലേ? ഇനി ലിറ്ററേച്ചർ നോക്കാം. ലിറ്ററേച്ചർ, സാഹിത്യം. ഇൻ അഡീഷൻ ടു ദ പ്രോഗ്രസ് ഇൻ ദ ഫീൽഡ് ഓഫ് ആർക്കിടെക്ചർ, ആർക്കിടെക്ചർ കൂടാതെ ആൻഡ് മ്യൂസിക് കൂടാതെ ആൻഡ് പെയിൻറ്റിങ് അല്ലേ? ആർക്കിടെക്ചർ, മ്യൂസിക്, പെയിൻറ്റിങ് ഇതൊന്നും കൂടാതെ ലിറ്ററേച്ചർ ആൾസോ ഗെയിൻഡ് മച്ച് അഡ്വാൻസ്മെൻറ്റ് ഇൻ ദ മിഡീവൽ ഇന്ത്യ. മധ്യകാലഘട്ടത്തിൽ ലിറ്ററേച്ചർ അഥവാ സാഹിത്യവും വലിയ പുരോഗതി കൈവരിച്ചിട്ടുണ്ട്. ഏത് കാലഘട്ടത്തിലാണ്? മധ്യകാലഘട്ടത്തിൽ. ഓക്കെ. The Bhakti and Sufi movement, which originated during the medieval period, played a major role in the progress of literature. ഏതൊക്കെ പ്രസ്ഥാനങ്ങളാണ്? ഭക്തി പ്രസ്ഥാനം അതുപോലെ തന്നെ സൂഫി പ്രസ്ഥാനമൊക്കെയാണ് ആ കാലഘട്ടത്തിൽ സാഹിത്യത്തിൻ്റെ പുരോഗതിയിൽ വലിയ പങ്ക് വഹിച്ചിട്ടുള്ളത്. സാഹിത്യത്തിൻ്റെ പുരോഗതിയിൽ വലിയ പങ്ക് വഹിച്ച മധ്യകാലഘട്ടത്തിലുണ്ടായിരുന്ന പ്രസ്ഥാനങ്ങളാണ് ഏതൊക്കെ? ഭക്തി പ്രസ്ഥാനവും അതുപോലെ തന്നെ സൂഫി പ്രസ്ഥാനവും. ഓക്കെ. ദെൻ എന്താണ് ഭക്തി മൂവ്മെൻറ്റ്? ഇവിടെ കൊടുത്തിട്ടുണ്ട്. ദ ഭക്തി മൂവ്മെൻറ്റ് ഫോംഡ് ഇൻ സൗത്ത് ഇന്ത്യ വാസ് ബേസ്ഡ് ഓൺ ഡീപ്പ് ലവ് ആൻഡ് ഡിവോഷൻ ടുവാർഡ്സ് ഗോഡ്. എവിടെയാണ് ഭക്തി പ്രസ്ഥാനം രൂപം കൊണ്ടത്? സൗത്ത് ഇന്ത്യയിലാണ്. ദക്ഷിണേന്ത്യയിലാണ് എന്ത് ഭക്തി പ്രസ്ഥാനം രൂപം കൊണ്ടിട്ടുള്ളത്. അവരുടെ പ്രത്യേകത എന്താണ്? ഡീപ്പ് ലവ് ആൻഡ് ഡിവോഷൻ ടുവാർഡ്സ് ഗോഡ്. ദൈവത്തിലേക്ക് വളരെ അർപ്പിതമായ മനോഭാവവും അതുപോലെ തന്നെ ദൈവത്തോടുള്ള അടങ്ങാത്ത സ്നേഹവുമാണ് ഭക്തി പ്രസ്ഥാനത്തിൻ്റെ കാതൽ. ദ അൽവാസ് ആൻഡ് നയനാസ് were the two streams of the ഭക്തി മൂവ്മെൻറ്റ്. ഭക്തി പ്രസ്ഥാനത്തിൻ്റെ പ്രധാനപ്പെട്ട രണ്ട് വിഭാഗമായിരുന്നു ആര്? നായന്മാരും അതുപോലെ തന്നെ അൽവാർസും. അവർ രണ്ടുപേരും ആ രണ്ട് വിഭാഗങ്ങളെ ഭക്തി പ്രസ്ഥാനത്തിന് വലിയ പ്രാധാന്യം കൊടുത്ത വിഭാഗങ്ങളായിരുന്നു. ദ അൽവാസ് were the വൈഷ്ണവൈറ്റ്സ് ആൻഡ് ദ നായനാസ് were the ശൈവൈറ്റ്സ്. എന്താണ്? അൽവാസ് were വൈഷ്ണവൈറ്റ്സ്, വിഷ്ണുവിനെ ആരാധിക്കുന്നവരായിരുന്നു ആര്? അൽവാസ്. അതുപോലെ തന്നെ ശിവനെ ആരാധിക്കുന്നവരായിരുന്നു ആര്? നായനാസ്.
ദ ഐഡിയൽസ് ഓഫ് ദിസ് മൂവ്മെൻറ്റ് സ്പ്രെഡ് ടു നോർത്ത് ഇന്ത്യ ബൈ 14th സെഞ്ച്വറി. 14ാം നൂറ്റാണ്ടോട് കൂടിയിട്ടാണ് ഈ ആശയം നോർത്ത് ഇന്ത്യയിലേക്ക് സ്പ്രെഡ് ആയിട്ടുള്ളത്. ആദ്യം ഇത് ഇവിടെയാണ്, സൗത്ത് ഇന്ത്യയിലാണ് ഇത് ഡെവലപ്പ് ചെയ്തത്. പിന്നീട് നോർത്ത് ഇന്ത്യയിലേക്ക് സ്പ്രെഡ് ആയത് എന്ന് മുതലാണ്? 14ാം നൂറ്റാണ്ട് മുതലാണ്. ഗുരു നാനാക്ക്, കബീർദാസ്, തുളസിദാസ്, സുർദാസ്, തുക്രം മിറഭായ്, ചൈതന്യ were the main propagators of ഭക്തി മൂവ്മെൻറ്റ് ഇൻ നോർത്ത് ഇന്ത്യ. നോർത്ത് ഇന്ത്യയിൽ ഭക്തി പ്രസ്ഥാനത്തെ നയിച്ച ആളുകളാണ് ആരൊക്കെ? ഗുരു നാനാക്ക്, കബീർദാസ്, തുളസിദാസ്, സുർദാസ്, തുക്രം മിറഭായ് ആൻഡ് ചൈതന്യ. ഇവരൊക്കെയാണ് നോർത്ത് ഇന്ത്യയിൽ ഭക്തി പ്രസ്ഥാനത്തെ നയിച്ച ആളുകൾ. ഓക്കെ. ദ ഭക്തി മൂവ്മെൻറ്റ് സ്ട്രെങ്തൻ ദ വർണക്കുലസ്. ഭക്തി പ്രസ്ഥാനം ശക്തിപ്പെടുത്തിയത് പ്രാദേശിക ഭാഷകളെയൊക്കെ അത് വളരെയേറെ ശക്തിപ്പെടുത്തിയിട്ടുണ്ട്. ദ പോയറ്റ് ഓഫ് ദ ഭക്തി മൂവ്മെൻറ്റ് റോട്ട് ഇൻ ദ ലാംഗ്വേജസ് ഓഫ് കോമൺ പീപ്പിൾ. ഓരോ സ്ഥലത്തുമുള്ള അവിടുത്തെ സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന ഭാഷയിലാണ് ഭക്തി കവികൾ എന്ത് ചെയ്തിട്ടുള്ളത്? അവരുടെ കൃതികളെ രചിച്ചിട്ടുള്ളത്. ഇറ്റ് സ്റ്റിമുലേറ്റഡ് ദ ഡെവലപ്മെൻറ്റ് ഓഫ് ഫോളോയിങ് റീജിയണൽ ലാംഗ്വേജസ്. അത് താഴെ പറയുന്ന പ്രാദേശിക ഭാഷകളെ എന്ത് ചെയ്തിട്ടുണ്ട്? ശക്തിപ്പെടുത്തിയിട്ടുണ്ട്. ഏതൊക്കെയാണ്? മലയാളം, തെലുങ്ക്, കന്നഡ, മറാത്തി, ഹിന്ദി, ബംഗാളി, ഗുജറാത്തി. ഈ ഭാഷകളിലൊക്കെ, പ്രാദേശിക ഭാഷകളിലെ അവിടുത്തെ ആളുകൾക്ക് മനസ്സിലാകുന്ന രീതിയിലാണ് ഭക്തി കവികൾ എന്ത് ചെയ്തിട്ടുള്ളത്? അവരുടെ കൃതികളെ രചിച്ചിട്ടുള്ളത്. ദെൻ മറ്റൊന്ന് സൂഫി മൂവ്മെൻറ്റ് അല്ലേ? എന്താണ് സൂഫി പ്രസ്ഥാനം? ദ സൂഫീസ് റിജക്റ്റഡ് ലക്ഷൂറിയസ് ലൈഫ് ആൻഡ് ഗേവ് ഇമ്പോർട്ടൻസ് ടു ദ സ്പിരിച്വൽ ലൈഫ്. ലക്ഷൂറിയസ് ലൈഫിന് പ്രാധാന്യം കൊടുക്കാതെ സ്പിരിച്വൽ ലൈഫിന് പ്രാധാന്യം കൊടുത്തവരായിരുന്നു ആരെ? സൂഫികൾ എന്ന് പറയുന്നത്. അതായത് ഭൗതികമായ ആഡംബരങ്ങൾക്ക് ഒട്ടും പ്രാധാന്യം കൊടുക്കാതെ എപ്പോഴും ഒരു സംതൃപ്തി കിട്ടുന്ന, അഥവാ പിന്നെ എപ്പോഴും ദൈവത്തിൽ അർപ്പിച്ചുകൊണ്ട് ജീവിക്കുന്ന ആളുകളായിരുന്നു ആരെ? സൂഫികൾ എന്ന് പറയുന്നത്. ദ ടേം സൂഫിസം വാസ് ഡ്രൈവ്ഡ് ഫ്രം ദ അറബിക് വേർഡ് സുഫ്. സൂഫിസം എന്നുള്ള വാക്കുണ്ടായത് എവിടെ നിന്നാണ്? അറബിക് വേർഡിൽ നിന്നാണ്. സുഫ് എന്ന് പറയുന്ന അറബിക് വേർഡിൽ നിന്നാണ്. ഖജ മൊയിനുദ്ദീൻ ചിസ്തി, നിസാമുദ്ദീൻ ഔലിയ എക്സെട്ര വർ ദ പ്രോപ്പഗേറ്റേഴ്സ് ഓഫ് സൂഫിസം. സൂഫിസത്തിൻ്റെ പ്രധാനപ്പെട്ട വക്താക്കളായിരുന്നു ആരെ? ഖജ മൊയിനുദ്ദീൻ ചിസ്തി, അതുപോലെ തന്നെ നിസാമുദ്ദീൻ ഔലിയ എക്സെട്ര വർ ദ പ്രോപ്പഗേറ്റേഴ്സ് ഓഫ് സൂഫിസം. അവരൊക്കെയായിരുന്നു സൂഫിസത്തിൻ്റെ പ്രധാനമായിട്ടുള്ള പ്രോപ്പഗേറ്റേഴ്സ്. റെഡി? അപ്പോൾ നമ്മൾ ഇതിനകത്ത് എന്തൊക്കെ പറഞ്ഞു? ലിറ്ററേച്ചർ എന്നുള്ളതിനകത്ത് നമ്മൾ എന്തൊക്കെ പറഞ്ഞു? ആർക്കിടെക്ചറോ മ്യൂസിക്കോ പെയിൻറ്റിങ്ങോ മാത്രമല്ല, മധ്യകാലഘട്ടത്തിൽ വളരെ പുരോഗതി പ്രാപിച്ച ഒരു വിഭാഗമായിരുന്നു ഇത് ലിറ്ററേച്ചർ, സാഹിത്യം എന്ന് പറയുന്നത്. സാഹിത്യത്തിൻ്റെ പുരോഗതിക്ക് നിദാനമായ പ്രധാനപ്പെട്ട രണ്ട് പ്രസ്ഥാനങ്ങളാണ് ഏതൊക്കെ? ഭക്തി പ്രസ്ഥാനവും അതുപോലെ തന്നെ സൂഫി പ്രസ്ഥാനവും. ഓക്കെ. ദെൻ ഭക്തി പ്രസ്ഥാനത്തിൻ്റെ പ്രത്യേകത എന്താണ്? ഭക്തി പ്രസ്ഥാനം അവരുടെ ഭക്തി കവികളൊക്കെ അവരുടെ കൃതികൾ രചിച്ചിരുന്നത് പ്രാദേശിക ഭാഷകളിലായിരുന്നു. അതുകൊണ്ട് തന്നെ പ്രാദേശിക ഭാഷകൾക്ക് വലിയ പ്രാധാന്യം അവരുടെ കൃതികളിലൂടെ ലഭിച്ചു എന്നുള്ളതാണ് അവരുടെ ഭക്തി പ്രസ്ഥാനത്തിൻ്റെ പ്രത്യേകത. അതുപോലെ സൂഫി പ്രസ്ഥാനത്തിൻ്റെ പ്രത്യേകത എന്താണ്? സൂഫികൾ എന്താണ്? ഭൗതികമായ ആഡംബരങ്ങളെ പൂർണ്ണമായും ഉപേക്ഷിക്കുകയും എപ്പോഴും മരണാനന്തര ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുകയും ചെയ്ത ആളുകളായിരുന്നു എന്ത്? വളരെ ലളിതമായി മാത്രം ജീവിക്കുന്ന ആളുകളായിരുന്നു സൂഫികൾ എന്ന് പറയുന്നത്. ഓക്കെ. അത്തരം കാര്യങ്ങളാണ് നമ്മൾ അതിനകത്ത് പറഞ്ഞിട്ടുള്ളത്. ദ നെയിംസ് ഓഫ് മേജർ ലിറ്റററി വർക്ക് ഇൻ റീജിയണൽ ലാംഗ്വേജസ് ആൻഡ് ദെയർ ഓതേഴ്സ് ആർ ഗിവൺ ബിലോ. പ്രധാനപ്പെട്ട വർക്കുകൾ, ലിറ്ററേച്ചറിൽ പ്രധാനപ്പെട്ട വർക്കുകൾ ആരാണ് എഴുതിയത് എന്നുള്ളതാണ് ഇവിടെ തന്നിരിക്കുന്നത് അല്ലേ? നോക്കുക. മലയാളത്തിലുള്ള പ്രധാനപ്പെട്ട വർക്ക് അധ്യാത്മരാമായണ. ഭക്തി കവികൾ രചിച്ചിട്ടുള്ള മലയാളത്തിലെ പ്രധാനപ്പെട്ട ഒരു കൃതിയാണിത്, അധ്യാത്മരാമായണ. ആരാണ് എഴുതിയത്? എഴുത്തച്ഛനാണ് അധ്യാത്മരാമായണം എഴുതിയിട്ടുള്ളത്. ഹിന്ദിയിലുള്ളതോ രാമചരിതമാനസ് എഴുതിയത് ആരാണ്? തുളസിദാസാണ് രാമചരിതമാനസ് എഴുതിയത്. കന്നഡയിലോ വിക്രമാർജുന വിജയം അല്ലേ, പാമ്പഭാരതം എന്ന് പറയുന്ന വിക്രമാർജുന വിജയം പാമ്പയാണ് എഴുതിയിട്ടുള്ളത്. മറാത്തി ഭാഷയിലുള്ളതാണ് മറാത്തി ഭാഗവതം, യജ്ഞാഥ് ആണ് എഴുതിയിട്ടുള്ളത്. ഗുജറാത്തി ഭാഷയിലുള്ളതാണ് ഗുജറാത്തി ഭാഗവതം,
ആരാണ്? പ്രേമാനന്ദയാണ് എഴുതിയിട്ടുള്ളത്. ദെൻ തമിഴ് ഭാഷയിലുള്ളതാണ് ഇരമ വർത്ത ഇരമാവതാരം. അതിന് വേറെ പേരുണ്ട്, എന്താണ്? കമ്പ രാമായണം എന്നുള്ളതാണ്. ആരാണ് എഴുതിയിട്ടുള്ളത്? കമ്പാർ. തെലുഗുവിലാണിത് മഹാഭാരത, നന്നയ്യാണ് എഴുതിയിട്ടുള്ളത്. ദെൻ ഒഡിയയിലാണിത് ഒഡിയ മഹാഭാരത. ആരാണ് എഴുതിയിട്ടുള്ളത്? സരള ദാസ. ദെൻ ബംഗാളി ഭാഷയിലുള്ളതാണ് ബംഗാളി രാമായണം. എഴുതിയതാരാണ്? കൃതി വാസ. ആരൊക്കെയാണ് എഴുതിയിട്ടുള്ളത് അല്ലേ? ഇനി ഇവിടെ ഒരു ചോദ്യം കൊടുത്തിട്ടുണ്ട്. എന്താണ്? കളക്ട് ഇൻഫർമേഷൻ ഓൺ ദ ലിറ്റററി വർക്ക് ഇൻ ദ റീജിയണൽ ലാംഗ്വേജസ് ആൻഡ് റെസ്പെക്റ്റീവ് ഓതേഴ്സ് ഫ്രം ദ ഗിവൻ ചാർട്ട് ആൻഡ് കംപ്ലീറ്റ് ദ ടേബിൾ ഗിവൺ ബിലോ. താഴെ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. ഈ ചാർട്ട് നോക്കിയിട്ട് ആ ടേബിൾ കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ? ഇവിടെ റീജിയണൽ ലാംഗ്വേജ്, വർക്ക്, ഓതേഴ്സ് അങ്ങനെയാണ് എഴുതേണ്ടത്. അപ്പോൾ ഫസ്റ്റ് എന്ത് ചെയ്താൽ മലയാളത്തിലുള്ള വർക്ക് ഏതാണ്? മലയാളത്തിലുള്ള വർക്ക് ഇവിടെ ഇല്ലേ? ഏതാണ്? ആധ്യാത്മ രാമായണം. എഴുതിയത് ആരാണ്? ആധ്യാത്മ രാമായണം എഴുതിയത് എഴുത്തച്ഛൻ അല്ലേ? അപ്പം അങ്ങനെയാണ് കൊടുക്കേണ്ടത്. ഇതാണ് നിങ്ങളെ ഇന്നത്തെ ഫോളോ അപ്പ് വർക്ക് കേട്ടോ. ഇന്നത്തെ ഫോളോ അപ്പ് വർക്ക് ഇതാണ്. ഈ ടേബിൾ കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ജസ്റ്റ് മുകളിൽ അതിൻ്റെ ഫ്ലോ ചാർട്ട് ഉണ്ട്, അത് നോക്കിയിട്ട് ഈ ടേബിൾ കംപ്ലീറ്റ് ചെയ്താൽ മതി. റീജിയണൽ ലാംഗ്വേജ് ഫസ്റ്റ് മലയാളം, അതിലുള്ള വർക്ക് ഏതാണ്? ആധ്യാത്മ രാമായണം. അതിൻ്റെ ഓതർ ആരാണ്? എഴുത്തച്ഛൻ അല്ലേ? അതേപോലെ നിങ്ങൾ ബാക്കിയുള്ള വർക്കുകൾ എഴുതാം. എന്ത് വായിച്ച് നോക്കാം. ദ സൂഫി മൂവ്മെൻറ്റ് പ്ലേഡ് എ മേജർ റോൾ ഇൻ ദ ഡെവലപ്മെൻറ്റ് ഓഫ് ദ ഉറുദു ലാംഗ്വേജ്. ഉറുദു ഭാഷാ വികസനത്തിൽ വലിയ പങ്ക് വഹിച്ചവരാണ് ഇത് സൂഫികൾ എന്ന് പറയുന്നത്. ഉറുദു വാസ് ഫോംഡ് ബൈ ദ ഹൈബ്രിഡൈസേഷൻ ഓഫ് അറബിക്, പേർഷ്യൻ ആൻഡ് ഇന്ത്യൻ ലാംഗ്വേജസ്. ഉറുദു എങ്ങനെ ഉണ്ടായതാണ്? ഇന്ത്യൻ ഭാഷകളുടെയും പേർഷ്യൻ ഭാഷ, അറബിക് ഇതെല്ലാം കൂടെ ചേർന്നുണ്ടായ ഒരു ഭാഷയാണിത് ഉറുദു എന്ന് പറയുന്നത്. സെവറൽ ബുക്സ് വേർ ട്രാൻസ്ലേറ്റഡ് ഇൻ ടു പേർഷ്യൻ ഡ്യൂറിങ് ദ മിഡീവൽ പീരീഡ്. മധ്യകാലഘട്ടത്തിൽ ധാരാളം ബുക്കുകൾ എന്ത് ചെയ്തിട്ടുണ്ട്? പേർഷ്യൻ ഭാഷകളിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. ദെൻ എ ഡിപ്പാർട്ട്മെൻറ്റ് എക്സ്ക്ലൂസീവ്ലി ഫോർ ട്രാൻസ്ലേഷൻ ഫങ്ഷൻ ഡ്യൂറിങ് ദ റൈൻ ഓഫ് മുഗൾ എംപറർ അക്ബർ. മുഗൾ ഭരണാധികാരിയായിരുന്ന അക്ബറിൻ്റെ കാലഘട്ടത്തിൽ അവിടെ ട്രാൻസ്ലേഷന് വേണ്ടി മാത്രമായിട്ട് എന്തുണ്ടായിരുന്നു? ഒരു ഡിപ്പാർട്ട്മെൻറ്റ്, ഒരു വകുപ്പ് തന്നെ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു അല്ലേ? രാജാവിൻ്റെ കീഴിൽ ഒരു വകുപ്പ് തന്നെ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. ആ വകുപ്പിൻ്റെ ഉത്തരവാദിത്തം എന്താണ്? പ്രധാനപ്പെട്ട കൃതികളൊക്കെ മറ്റു ഭാഷകളിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അറബിയിൽ വന്നിട്ടുള്ള കൃതികൾ എന്ത് ചെയ്യുക? ഇന്ത്യയിലുള്ള ഭാഷകളിലേക്ക് ഇങ്ങോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യുക. ഇവിടെ വന്നിട്ടുള്ള കൃതികൾ എന്ത് ചെയ്യുക? അറബിയിലേക്കോ പേർഷ്യൻ ഭാഷയിലേക്കോ അങ്ങോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യുക. ഇതായിരുന്നു അവരുടെ ഉത്തരവാദിത്തം തന്നെ. അതിന് വേണ്ടിയിട്ട് ഒരു പ്രത്യേക ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. ആരുടെ കാലഘട്ടത്തിൽ? മുഗൾ ചക്രവർത്തിയായിരുന്ന അക്ബറിൻ്റെ കാലഘട്ടത്തിൽ. മെനി സാൻസ്ക്രിത് ടെക്സ്റ്റ് ഇൻക്ലൂഡിങ് രാമായണ ആൻഡ് മഹാഭാരത വെർ ട്രാൻസ്ലേറ്റഡ് ഇൻ ടു പേർഷ്യൻ ഡ്യൂറിങ് ദാറ്റ് പീരീഡ് അല്ലേ? ടെക്സ്റ്റ് ഏതൊക്കെയാണ്? രാമായണ, മഹാഭാരത ഉൾപ്പെടെയുള്ള ടെക്സ്റ്റുകളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? പേർഷ്യൻ ഭാഷയിലേക്ക് അന്നത്തെ കാലത്ത് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. ഇറ്റ് വാസ് ദറാസോഖു, ദ സൺ ഓഫ് ഷാജഹാൻ, who translated ഉപനിഷത്ത് ആൻഡ് അഥർവവേദ ഇൻ ടു പേർഷ്യൻ. ഷാജഹാൻ്റെ മകനാണ് എന്ത് ചെയ്തിട്ടുള്ളത്? ഉപനിഷത്തുകളും അതുപോലെ തന്നെ അഥർവവേദയും പേർഷ്യൻ ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ളത്. ദ ട്രാൻസ്ലേഷൻ പ്ലേഡ് എ മേജർ റോൾ ഇൻ സ്പ്രെഡിങ് ദ നോളജ് ആൻഡ് കൾച്ചർ ഓഫ് ഇന്ത്യ ടു അതർ പാർട്സ് ഓഫ് വേൾഡ്. ദ ട്രാൻസ്ലേഷൻ പ്ലേഡ്, ഈ വിവർത്തനം എന്തായിട്ടുണ്ട്? പ്ലേഡ് വഹിച്ചിട്ടുണ്ട്, മേജർ റോൾ, മുഖ്യമായ റോൾ വഹിച്ചിട്ടുണ്ട്. എന്തിലാണ്? ഇൻ സ്പ്രെഡിങ്, വ്യാപിപ്പിക്കുന്നതിൽ. എന്ത്? ദ നോളജ് ആൻഡ് കൾച്ചർ ഓഫ് ഇന്ത്യയുടെ അറിവും അതുപോലെ തന്നെ സംസ്കാരവും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് വ്യാപിപ്പിക്കുന്നതിൽ ഈ ട്രാൻസ്ലേഷൻ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. ഇറ്റ് ലെഡ് ടു ദ കൾച്ചറൽ എക്സ്ചേഞ്ച് വിത്ത് റെസ്റ്റ് ഓഫ് വേൾഡ്. ഇതെന്തിലേക്ക് നയിച്ചു? ഇന്ത്യൻ സംസ്കാരത്തെ ലോകത്തിൻ്റെ മറ്റു ഭാഗത്തുള്ള സംസ്കാരവുമായിട്ട് കൂട്ടിയോജിപ്പിക്കുന്നതിന് ഈ ട്രാൻസ്ലേഷൻ സഹായിച്ചിട്ടുണ്ട്. ഓക്കെ. മിഡീവൽ ഇന്ത്യ, ആർട്ട് ആൻഡ് ലിറ്ററേച്ചർ അല്ലേ? എന്തിലൊക്കെ ഉണ്ടായിട്ടുണ്ട്? അതിൽ വരുന്ന പ്രധാനപ്പെട്ടതാണ് എന്താണ്? സ്റ്റൈൽ ഓഫ് ടെമ്പിൾ ആർക്കിടെക്ചർ അല്ലേ? നമ്മൾ ഫസ്റ്റ് പറഞ്ഞിട്ടുണ്ട് ക്ഷേത്ര നിർമ്മിതിയുടെ രീതി എങ്ങനെയായിരുന്നു. ദെൻ സുൽത്താനേറ്റ് മുഗൾ ആർക്കിടെക്ചർ, സുൽത്താനേറ്റ് അല്ലെങ്കിൽ ഇൻഡോ ഇസ്ലാമിക് ആർക്കിടെക്ചറിൻ്റെ രീതി എന്തായിരുന്നു?
പിന്നെ പെയിൻറ്റിങ് എന്താണ്, മ്യൂസിക് എന്താണ്, ലിറ്ററേച്ചർ എന്താണ്, ഇത്തരം കാര്യങ്ങൾ നമ്മൾ ഈ ചാപ്റ്ററിനകത്ത് പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ അല്ലേ? അപ്പോൾ ഇന്നത്തെ ഫോളോ അപ്പ് കംപ്ലീറ്റ് ദ ടേബിൾ, ഈ ടേബിൾ കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇന്നത്തെ ഫോളോ അപ്പ്. റെഡി?